നമ്മുടെ തൃശ്ശൂർ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല കിടിലൻ വെജ് താലിയും നോൺ വെജ് താലിയും പിന്നെ ഫിഷ് താലിയും കിട്ടുന്നൊരു സ്പോട്ട് ഉണ്ട്. കുറച്ചായിട്ട് ഈ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഓരോ താലിയും നമുക്ക് പരിചയപ്പെടാം. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് വാണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വഞ്ചർ. ആദ്യം തന്നെ അവരുടെ നോൺ വെജ് താലി നമുക്ക് പരിചയപ്പെടാം. വെറും 260 രൂപയ്ക്കാണ് ഈ ഒരു താലി ഇവർ സെർവ് ചെയ്യുന്നത്. എനിക്കിത് ഭയങ്കര വേർത്തായിട്ടാണ് തോന്നിയത്. നിങ്ങളിവിടെ വന്ന് ഇത് കഴിച്ചാൽ നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നുള്ളൂ. ചോറ് ഇവിടെ അൺലിമിറ്റഡ് ആണ്. ആൻഡ് എല്ലാ താലിയുടെ കൂടെയും കുറച്ച് കറി കോമൺ ആണ്. മാങ്ങ കറി, സാമ്പാർ, കൂട്ടുകറി, ഉപ്പേരി, അച്ചാറ്, ചമ്മന്തി, പപ്പടം, ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാ താലിയുടെ കൂടെയും കിട്ടും. നിങ്ങൾക്കിത് വേണമെങ്കിൽ വീണ്ടും വീണ്ടും ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നോൺ വെജ് താലിയിൽ സ്പെഷ്യലായി വരുന്നത് മട്ടൻ ലെഗ് സൂപ്പാണ്. ആൻഡ് മട്ടൻ ലെഗ് സൂപ്പ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവർ മാറ്റുമെന്നാണ് പറഞ്ഞത്. കാരണം എല്ലാവരും മട്ടൻ ലെഗ് സൂപ്പ് ബാക്കിയാക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ മട്ടൻ തന്നെ വെച്ചിട്ടുള്ള വേറെ ഐറ്റം ആവും, അല്ലെങ്കിൽ അത് ചിക്കനോ ബീഫായി മാറ്റാനാണ് സാധ്യത. സൂപ്പ് കൂടാണ്ട് നിങ്ങൾക്ക് ചിക്കൻ തോരനും ബീഫ് കുമ്പംകൂട്ടും എക്കെല്ലാം ഇതിൻ്റെ കൂടെ കിട്ടും. ഇതിലെ ബീഫ് കുമ്പംകൂട്ടൊക്കെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. തോരനും അടിപൊളി തന്നെ ആയിരുന്നു. ഇതൊക്കെയാണ് നിങ്ങൾക്ക് നോൺ വെജ് താലിയിൽ വരുന്നത്. പിന്നെ നോൺ വെജ് താലിനെക്കാട്ടിയും എനിക്ക് കുറച്ചും കൂടി കൂടുതൽ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇഷ്ടമായത് ഇവരുടെ ഫിഷ് താലിയാണ്. നോൺ വെജ് താലി വെച്ച് നോക്കുമ്പോൾ 20 രൂപ ഫിഷ് താലിക്ക് കൂടുതലാണ്. 250 രൂപയാണ് ഈ ഒരു താലിക്ക് ഒരു ചാർജ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഫിഷ് ഐറ്റംസൊക്കെ ആയിട്ട് വരുന്ന ഈ ഒരു താലിക്ക് 250 രൂപ ഒന്നും മേടിച്ചാൽ പോരാ, അതിനും കൂടുതൽ ചാർജ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം അത്രയ്ക്കും വേർത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഫിഷ് താലിയിൽ സ്പെഷ്യലായിട്ട് വരുന്നത് സോൾട്ട് ആൻഡ് പെപ്പർ സ്ക്വിഡും മീൻ തോരനും അമ്മ പ്രോൺസും ഫിഷ് കറിയും ജിഞ്ചർ മീൻ മുട്ടയും ഫിഷ് ഫ്രൈ ഒക്കെയാണ്. ആൻഡ് നോൺ വെജ് താലിയൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്പെഷ്യൽസിൻ്റെ എണ്ണം കുറച്ച് കൂടുതലാണ് ഫിഷ് താലിയിൽ. ആൻഡ് ഇതിലെ അമ്മാസ് പ്രോൺസും മീൻ തോരനും കൂന്തളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് മീൻ മുട്ട എല്ലായിടത്തും കിട്ടിയതൊന്നും വരില്ല നിങ്ങൾക്ക് താലിയിൽ. ആൻഡ് ഇവിടെ മീൻ മുട്ടൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആൻഡ് ഫിഷിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ഓരോ ദിവസവും ഫിഷ് ഐറ്റംസ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. പക്ഷെ ഇതൊക്കെ തന്നെ എന്നുണ്ടാവും, ഫിഷ് മാറുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയുള്ളതാണ് അവരുടെ വെജ് താലി. ഓൾറെഡി ഉള്ള കോമൺ ആയിട്ട് കിട്ടുന്ന കറീസൊക്കെ വെജാണ്. ഇനി ഇതിലെന്ത് സ്പെഷ്യൽ കൊണ്ടുവരാമെന്നാണ് ഞങ്ങൾ ആദ്യം ചിന്തിച്ചത്. പക്ഷെ അതിലും അവർ സ്പെഷ്യൽസ് കൊടുത്തിട്ടുണ്ട്. 150 രൂപയാണ് ഈ ഒരു വെജ് താലിക്ക് അവർ ചാർജ് ചെയ്യുന്നത്. ആൻഡ് സ്പെഷ്യലായിട്ട് വരുന്നത് സ്വീറ്റ് ആൻഡ് സോ പൈനാപ്പിൾ ഫ്രൈ ആണ്. പിന്നെ പനീർ പൊള്ളിച്ചതുണ്ട്, മഷ്റൂം കൊണ്ടാട്ടമുണ്ട്. മൂന്നും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും പനീറൊക്കെ പറ്റിയെന്ന് വരില്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഇതിലെ പൈനാപ്പിൾ ഫ്രൈ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാലോ, ഞാൻ രണ്ടാമതും മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഈ പൈനാപ്പിൾ ഫ്രൈ. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇത്രയധികം ഈ ഒരു റേറ്റിന് കിട്ടുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയിൽ വലിയ ഡിഫറൻസ് ഉണ്ടാവുന്നു. സത്യം പറയാം, ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, പക്ഷെ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓരോ ഡിഷും നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. ആൻഡ് എല്ലാ താലിയുടെ കൂടെയും ഒരു സ്വീറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്വീറ്റ് എല്ലാ ദിവസവും മാറിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾ ചെന്ന് പായസമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. നാളെ ചിലപ്പോൾ കേസരിയാവും, അതിൻ്റെ അപ്പുറത്ത് പായസം തന്നെ ആവും. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇന്ന ദിവസം ഇന്നത് കിട്ടുന്നു യാതൊരു പ്രതീക്ഷയും വേണ്ട. പക്ഷെ കിട്ടുന്ന സാധനം അടിപൊളി ടേസ്റ്റിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. അതിലൊരു കോംപ്രമൈസും ഇല്ല. ഇതൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ കുറച്ച് ഡ്രിങ്ക്സ് ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലോണം വയറ് നിറച്ച് ഫുഡ് കഴിച്ച കാരണം തന്നെ നല്ലൊരു ഗ്ലാസ് ലസ്സി കുടിച്ചു കൊടുന്ന്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് ലസ്സി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്കൈ ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജ്യൂസ് കുടിച്ചു. ജ്യൂസാണോ ഷെയ്ക്കാണോ എന്ന് കറക്റ്റ് അറിയില്ല, പക്ഷെ അതും അടിപൊളിയായി ഉണ്ടായിരുന്നു. ലാസ്റ്റ്ലി ഒരു ഐസ് ടീയും കൂടി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഐസ് ടീ എനിക്ക് അത്രയ്ക്ക് അടിപൊളിയായിട്ട് തോന്നിയില്ല. പക്ഷെ ബാക്കി 2 ഡ്രിങ്ക്സും അടിപൊളിയായി ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ കറിയൊന്നും കഴിച്ച് തീരില്ല. നിങ്ങളിത് ചോറ് മാത്രമേ തീരുള്ളൂ, കറി അതുപോലെ തന്നെ ബാക്കി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ കറി ആദ്യം കൂട്ടി. നമുക്കൊരു ശീലമുണ്ട്, കറി മാറ്റി വെച്ചിട്ട് ചോറ് കഴിച്ചിട്ട് ലാസ്റ്റ് കറി തിന്നാന്നുള്ളത്. ചിലപ്പോൾ അങ്ങനെ വെച്ച് വരുമ്പോഴത്തേനും വയറ് ഫുള്ളായിന്ന് വരും. നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും കഴിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഇത് മാത്രമല്ല, വേറെയും കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ബിരിയാണീസ് ഉണ്ട്, സാധാ മീൽസ് ഉണ്ട്, പിന്നെ പാൽ പൊറോട്ട ഉണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് വേറെ അവൈലബിൾ ആണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ഒരു മെനു ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ കേട്ടത്. അതിനൊക്കെ ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ഷോപ്പിൻ്റെ പേര് വരുന്നത് ഈറ്റോടെ ആൻഡ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃശ്ശൂർ പുഴയ്ക്കലാണ് കേട്ടോ. പുഴയ്ക്കൽ പണ്ട് ചട്ടിച്ചോറ് കൊടുത്ത് ഫേമസ് ആയ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കോമ്പിനേഷൻ. ആ ഒരു സെയിം ഷോപ്പാണ് പേരൊക്കെ മാറ്റി റിനോവേറ്റ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ആക്കിയിട്ടുള്ളത്. എല്ലാവരും വന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്നു പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം വണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വഞ്ചർ. താങ്ക് യു.